ആ കുട്ടിയുടെ പേരെന്താ? ഗോപിക. നല്ല കുട്ടിയല്ലേ? പിന്നെ എനിക്ക് ഇവരെ കാണുമ്പോഴേക്കും ഒരു cute സാധനം. അതായത് എനിക്കിങ്ങനെ വീട്ടിൽ കൊണ്ട് വളർത്താൻ തോന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഫീൽ ഫസ്റ്റ് ഡേ ഷൂട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ പോയി. കാര്യം പെരുമഴ, മൊത്തം മഴ. കാത്തിരുന്ന് പുഴ വലിഞ്ഞവർക്കായിരുന്നു. എനിക്ക് എന്നെ ടാഗ് ചെയ്തിട്ടൊക്കെ കുറെ ഇങ്ങനെ ഇതിന് ചേട്ടാ എന്നാ വരിക എന്നൊക്കെ മെസ്സേജസ്. ഈ സാന്ത്വനം 1 സാന്ത്വനം 2 കണക്ട് ആയിട്ട് ശിവാഞ്ജലി തിരിച്ചു വരുമോ? ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ ട്രോളാനും കളിയാക്കാനും വേണ്ടിയിട്ടാണ് കണ്ടു തുടങ്ങിയത്, പക്ഷെ പിന്നെ ഫാനായി പോയി അങ്ങനെ പറഞ്ഞ ആളുകളുണ്ടോ? ഇല്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത്രയും ഈ നമ്മുടെ സാന്ത്വനം ഇത്ര ഹിറ്റാവുന്നും കഥാപാത്രങ്ങളും ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടാവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ കണ്ടത് ഫൈനലല്ലേ, ഇനിയും ഉണ്ടോ? ഞങ്ങൾ പോളിഷ് ചെയ്ത് 1002 എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സീരിയലിന് അതിനുശേഷവും വലിയ സ്വീകാര്യത ഉണ്ടാവുക, അതിലെ ചില ടേംസും ആളുകളെയും ആ കഥാപാത്രങ്ങളുടെ പേരിൽ ഓർത്തിരിക്കുക അത്ര ചെറിയ കാര്യമല്ല. അതേ ടീം വീണ്ടും വരുന്നു എന്ന പ്രത്യേകതയുണ്ട് ഈ ഷോർട്ട് ഫിലിമിന്. ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര് പെണ്ണിനെ ഇഷ്ടമായോ എന്നുള്ളതാണ്. സജിൻ, ഗോപിക ആൻഡ് ഈ സിനിമയുടെ സംവിധായകൻ അച്ചു എന്നിവരാണ് ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. അത് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. കാരണം എത്രയോ സീരിയലുകൾ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും സാന്ത്വനം എന്നുള്ളൊരു കീവേഡ് തന്നെ ഗൂഗിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹാഷ്ടാഗ് അടിച്ച് നോക്കുമ്പോൾ ആളുകൾ പിന്നെ അതിനെപ്പറ്റി അഭിപ്രായം രേഖപ്പെടുത്തുന്നു. പുതിയ ആളുകൾ കണ്ടവർ തന്നെ പിന്നെയും കാണുന്നു. ആ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പെർഫോമൻസും അല്ലെങ്കിൽ ആ സീരിയൽ ആളുകൾക്ക് എത്രമാത്രം ജനകീയമായി എന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണ്. ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്നുള്ളത് ഈ സാന്ത്വനം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഐഡിയ ഉണ്ടായിരുന്നു? ഞങ്ങള് സാന്ത്വനം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഐഡിയ, പക്ഷെ ഈ ഷോർട്ട് ഫിലിം അല്ലായിരുന്നു. ഞാനും സഞ്ജയനോട് വേറൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. പക്ഷെ ഞാൻ ഭീഷണിപ്പെടുത്തി, എന്നെ എടുത്തില്ല. അത് ഇടയ്ക്ക് വെച്ചിട്ട് ഞാനും സഞ്ജയനോട് വേറൊരു തുരുത്തിനെ ബേസ് ചെയ്തിട്ട് ഷോർട്ട് ഫിലിം ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അതില് ഞാൻ വേറൊരു ആക്ട്രസിനെയാണ് മനസ്സിൽ കണ്ടത്. പ്രാഗൊക്കെ എന്നെ നായികയാക്കിയില്ല. അല്ല, അതുപോലെ തന്നെ നടന്നില്ല. പിന്നെ അവസാനം ഞങ്ങള് രണ്ടുപേരോട് ഒരു എന്തായാലും ഫസ്റ്റ് വർക്ക് നടക്കണമല്ലോ. ഈ ഗണപതിക്ക് താങ്ക് അടയ്ക്കുന്നത് യൂട്യൂബ്. കാര്യം ഈ ശിവാഞ്ജലി എന്ന് പറയുന്ന ഇവരുടെ ഒരു ഇത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും എൻ്റെ ഇടയിൽ സഞ്ജയനാണെങ്കിൽ ഗോപി ചേച്ചി മതി നായികയായിട്ട്, ഞങ്ങൾക്ക് അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇതെന്താണ് ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവര് ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറയും. ഓരോ ഇവന്റെ അല്ല സിനിമയുടെയും, അതായത് ഇവൻ എഴുതിയ ഇവന്റെ മനസ്സിലുള്ള കഥകള് ചേട്ടന്റെ അടുത്ത് ഇങ്ങനെ പറയും. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ പോയിരിക്കും. അതെ, പക്ഷെ നമ്മള് ഈ പറയുന്ന ഈ സാന്ത്വനം കഴിയുന്ന അവസരത്തിലാണ് നമ്മളിത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് എന്തായാലും ചെയ്യണം, ഈ ഷോർട്ട് ഫിലിം തന്നെ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ട് പിന്നെ പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി. സാന്ത്വനം കഴിഞ്ഞ് ഉടനെ ഇറക്കണമെന്നായിരുന്നു. പിന്നെ അതിനുശേഷം ഗോപി ചേച്ചിയുടെ കല്യാണം, പിന്നെ ഷൂട്ട്, എല്ലാം കുറച്ചങ്ങ് ലേറ്റായി ഇതുവരെ. ഈ ഷോർട്ട് ഫിലിം എന്താ ഇറക്കാത്ത എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഈ ഷോർട്ട് ഫിലിമിന്റെ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. ഈ ഷോർട്ട് ഫിലിമിന്റെ BTS വീഡിയോന് ഭയങ്കര റീച്ചാണ്. സിനിമയുടെ BTS വീഡിയോ ബിഹൈൻഡ് ദ സീൻസിലൊക്കെ ഭയങ്കര വ്യൂ ഉള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത് പുറത്ത് വിട്ടിട്ടില്ല ഒന്നും. അത് ഇങ്ങനെയൊക്കെയോ ആരൊക്കെയോ ലൊക്കേഷനിൽ ഫാൻ പേജസിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇവർക്ക് എങ്ങനെ എവിടുന്ന ഈ വീഡിയോസ് കിട്ടിയെന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തിരുന്നു. അതും സത്യം പറഞ്ഞ സാന്ത്വനം ചെയ്തുകൊണ്ടുള്ള ക്രെഡിറ്റ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് നമ്മളെ വീണ്ടും ഒരുമിച്ച് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവരിങ്ങനെ ഇത്രയ്ക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്, എപ്പോഴാ റിലീസ്, നിനക്കും കുറെ മെസ്സേജസ് ഒക്കെ വരുന്നില്ലേ? അതെ, എനിക്കതിന്റെ ഇത് റിലീസ് ചെയ്യാൻ പോകുന്നു ഒരു കുറിപ്പൊക്കെ എഴുതിയിരുന്നല്ലോ. സിനിമയ്ക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. അജിത്തിന്റെ ഒക്കെ സിനിമയായിട്ട് ഇതാകുമ്പോ അവരൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിട്ട് കാത്തിരുന്ന് പുഴ വലിഞ്ഞവർക്കായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് എന്നെ ടാഗ് ചെയ്തിട്ടൊക്കെ കുറെ ഇങ്ങനെ ഇതിന് ചേട്ടാ എന്നാ വരിക എന്നൊക്കെ മെസ്സേജസ്. അപ്ഡേറ്റ്. എനിക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥ. ഷോർട്ട് ഫിലിം എടുത്തിട്ട് ഇത്രയും ഒരു ഷോർട്ട് ഫിലിം അല്ല, ഇതിന് ഇത്രയും സമയം ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഈ അത്യാവശ്യം ഒരു ചെറിയൊരു ക്വാളിറ്റിയിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പം നമ്മൾ അറിയാലോ ചെറിയൊരു ബഡ്ജറ്റാണ്. അപ്പൊ അതിൽ നിന്നിട്ട് നമ്മള് കുറെ പരിമിതികളുണ്ട്. അപ്പൊ അതിന്
സമയം എടുക്കും നമ്മൾ മ്യൂസിക് ചെയ്യാനും ഒക്കെ. ഒരുപാട് നമ്മൾ നല്ലോണം സമയം എടുത്തിട്ട് ചെയ്തിട്ടുള്ളൂ, മാക്സിമം അതിനെ ബെറ്റർ ആക്കാനേ നോക്കിയിട്ടുള്ളൂ. പക്ഷെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സാന്ത്വനം കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടി ഉണ്ടായിരുന്നു പോകുമെന്നുള്ള. പക്ഷെ ഇപ്പോഴും ഇന്നലെയും ഞാൻ നോക്കുമ്പോഴത്തേക്ക് ചേട്ടാ അത് റിലീസ് ഈ മാസം കാണും. ഒരു ഉദ്ഘാടന വീഡിയോസിന്റെ റീൽസ് എടുത്ത് നോക്കണം, ചിലതൊക്കെ കോടികളൊക്കെയാ. ഇവര് ഒരുമിച്ച് വന്നിട്ടുള്ള ചില ഫംഗ്ഷൻസിനൊക്കെ റീൽസിനൊക്കെ ക്രോർസ് ആണ് വ്യൂസ്. ഇവര് രണ്ടുപേരും നമ്മൾ സാധനത്തിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ ഒരു ഇനാഗുറേഷൻ എന്തോ പോയിട്ട് സൈൻ ചെയ്യുന്ന ഒരു വീഡിയോ വെച്ചത് ഞാൻ മറ്റേ നമ്മൾ ഈ സൂപ്പർ സ്റ്റാർസ് ഒക്കെ പോലെ ഞാൻ അച്ഛനോട് ഇത് ഞങ്ങൾ ഈ പരിപാടിക്ക് വന്നവര് തന്നെയാണോ മാറിപ്പോയോ സ്ഥലം മാറിപ്പോയോ എന്നൊക്കെ. അങ്ങനെയൊക്കെ. അപ്പൊ അത്രയും സ്വീകാര്യതയുള്ള രണ്ട് ടീമായിരുന്നു. അല്ല ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും നമ്മൾ കാണുമ്പം സാന്ത്വനം 2 ഉണ്ടോ, നിങ്ങൾ വരും, ഇപ്പോഴും കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഇപ്പോഴും എന്നെ അഞ്ജലി തന്നെ ഇപ്പോഴും വിളിക്കുന്നത് ആൾക്കാര്. അല്ലാണ്ട് എനിക്കതെ ഞാൻ ഈ ഇൻട്രോ പറയുന്ന സമയത്ത് അഞ്ജലി എന്നാണ് വരുന്നത്. ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നത്. ആരും എൻ്റെ ശരിക്കുള്ള പേര് വിളിക്കാറില്ല. അധികവും കാണുമ്പോൾ അഞ്ജലി മോളെ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കും ഇത്രയും മാസം കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു സ്നേഹമുണ്ട്. ഞങ്ങളെപ്പോഴും പറയും സീരിയൽ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ, കാരണം സീരിയൽ ഉള്ള സമയത്ത് നല്ല ഫാൻ പേജസും അതും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ എപ്പോഴും പറയാം അത് കുറച്ച് കഴിഞ്ഞാൽ അത് മാറും, അടുത്ത ആൾക്കാർ വരുമ്പോ അത് മാറും എന്നൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. പക്ഷെ അത് ഇപ്പോഴും ഉണ്ട് എന്ന് ആലോചിക്കുമ്പോ അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആ. ഈ LCU വേൾഡ് ഒക്കെ കണക്ട് ആവും പറയണ പോലെ ഈ സാന്ത്വനം 1 സാന്ത്വനം 2 കണക്ട് ആയിട്ട് ശിവാഞ്ജലി തിരിച്ചു വരുമോ? അത് സാന്ത്വനം 2 ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല പക്ഷെ ആൾക്കാർ ഇപ്പോഴും ചോദിക്കും നിങ്ങളൊക്കെ എപ്പോഴാ വരിക, ഇനി അതില് നിങ്ങൾ എപ്പോഴാ വരിക, വെയിറ്റ് ചെയ്യുക. അവരൊക്കെ എപ്പോഴും രാജീവ് ഒരു ക്യാമിയോ അപ്പിയറൻസ് നടത്തുന്നുണ്ട് പ്രൊമോക്ക് വേണ്ടി മാത്രം. എന്തെങ്കിലും സാധ്യത ഉണ്ടോ? കാരണം റൈറ്റേഴ്സ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കപ്പിളിനെ എങ്ങനെയും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്? ഇത് സാന്ത്വനം തീരുന്നേക്കാൾ മുമ്പ് ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചോദിച്ചിരുന്നു സെക്കൻഡ് ഇൻട്രസ്റ്റ് ഉണ്ടോന്ന്. അപ്പൊ നമ്മള് അങ്ങനെ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ടീം മൊത്തത്തിൽ വേറെയാണ്, അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ രജപുത്രയല്ല, ചിപ്പി ചേച്ചിയും രജിസാറും അല്ല. അപ്പം ഞങ്ങളെപ്പോഴേ എല്ലാവരും പറഞ്ഞിരുന്നു ചെയ്യുന്നില്ല എന്നുള്ള. പിന്നെ നമ്മൾ മാക്സിമം ചെയ്യേണ്ടതൊക്കെ ചെയ്തു. എല്ലാവർക്കും ഒരു സ്നേഹമുണ്ട്, വെറുതെ കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ആൻഡ് അതിന്റെ ക്ലൈമാക്സിനേക്കാൾ ഈ വാത്സല്യ സിനിമയോടൊക്കെ കമ്പയർ ചെയ്യാന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ട്രൂ ലോയൽ ആയിട്ടൊരു ഫാൻ ഫോളോയിങ് ഉണ്ടല്ലേ? നിങ്ങളോട് 3 പേരോട് ചോദിച്ചോട്ടെ, ഈ സീരിയലുകൾക്കൊക്കെ വലിയ രീതിയിൽ വിമർശനം നേരിട്ടിരുന്ന സമയത്താണ് ഈ സീരിയൽ വരുന്നത്. അതായത് സീരിയലിന് അവാർഡില്ല, മികച്ച സീരിയലില്ല, സീരിയല് മറ്റേ സമൂഹത്തിൽ നെഗറ്റിവിറ്റി പടർത്തുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഈ സീരിയൽ വരുന്നത്. എന്തായിരുന്നു ശരിക്കും അതുവരെ നിങ്ങൾ വേറെ സീരിയലുകളിലൊക്കെ ഭാഗമായിട്ടുണ്ടല്ലോ, ഈ സാന്ത്വനത്തിന് മാത്രമായിട്ട് എന്തായിരുന്നു പ്രത്യേകത ഉണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആ സാന്ത്വനത്തിന്റെ മാജിക് ഇതുവരെ എന്താന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ആദിത്യ സാറാണ് അതെ സോൾ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ അത് ഭയങ്കര ഈ പറയുന്ന പോലെ സാന്ത്വനത്തിന്റെ ആദ്യത്തെ സ്റ്റോറി ആദ്യത്തെ ഇതൊക്കെ വേറെ രീതിയിലായിരുന്നു, വേറൊരു ഡയറക്ടറായിരുന്നു ചെയ്യാനിരുന്നത്. പക്ഷെ വേറെ അഞ്ജലി ആയിരുന്നു ആ കുട്ടി, വേറൊരു കുട്ടീനെ വെച്ച് ഷൂട്ട് ചെയ്തിരുന്നു. പിന്നെ ഡയറക്ടർ മാറി, അങ്ങനെ കാസ്റ്റും കുറച്ചൊക്കെ അങ്ങനെ മാറി. അങ്ങനെയാണ് ഫുള്ള് ആദിത്യ സാറായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അത് മാക്സിമം ഈ പറയുന്ന ക്ലീഷയൊക്കെ ഒഴിവാക്കി